ഹലോ എല്ലാവർക്കും ട്രാവൽ ടു ഫിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ടാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇന്ന് മൂന്നാം ദിവസം സോറി നമ്മളന്നാ രാത്രി വന്നുകൊണ്ട് അത് ഫുള്ള് ദിവസമായിട്ട് എനിക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ സോറി സുഹൃത്തുക്കളെ, ഇന്ന് മൂന്നാം ദിവസം. അപ്പോൾ മൂന്നാം ദിവസം രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. അപ്പോൾ എന്താണ് നമ്മളിന്ന് കുറച്ച് താമസിക്കും കേട്ടോ, അതുകൊണ്ടെല്ലാം പടപട ചടപടയെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകണം, ബാക്കിയുള്ള പരിപാടികളാണ്. ഓക്കെ, നമ്മൾ ഹോട്ടലിനടുത്ത് എത്തിയിട്ടാ. ഹോട്ടലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഫുഡ് സൂപ്പറാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നടന്ന് ആണ് വരുന്നത്. അവിടെയൊക്കെ ഒരുപാട് ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താണ് വല്ല പ്ലാനും ഉണ്ടോ? ഷവായി വാങ്ങിച്ചല്ലോ. ഷവായി ഇരിക്കുന്നു രാവിലെ. ഷവായി ഉണ്ടാകുന്നു ചോദിക്കാൻ രാവിലെ വേണം. ഷവായി വേണോ? ഷവായി വേണോ? അത്രേ ഷവായി. എനിക്ക് പുട്ടും മുട്ടം വേണ്ട, പുട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അപ്പവും മുട്ടക്കറിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വെറൈറ്റി പിടിക്കായിരുന്നു? അത് പിടിക്കണം. തുളവട രണ്ടും ഉഴുന്നോട തന്നെ. സവാള വട. അപ്പം എനിക്കും ഒരു സവാള വട. ചമ്മന്തി ഉണ്ടാവുമോ? അത് ഉഴുന്നോട അല്ലല്ലേ? അപ്പം സവാള. സവാള വട ഒന്ന് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ സവാളോടെ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ചമ്മന്തി കൂട്ടി ഒന്ന് നട്ടു നോക്കട്ടെ. കലക്കിയിട്ട് മതി. സാമ്പാറാണല്ലേ? ഊത്തറാ. എനിക്ക് തോന്നുന്നു വട മാത്രം തിന്നുന്നതാണ് നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ റോയൽ വിഷൻ സ്റ്റുഡിയോയ്ക്ക് അടുത്തെത്തി കേട്ടോ. നമ്മൾ നടന്ന് പോവുകയാണ് രണ്ടുപേരും കൂടെ. കുറച്ച് ദൂരമുള്ള മാസ്റ്റർമാരൊന്നും എത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ അരമണിക്കൂർ നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ കൃത്യസമയം നോക്കണ്ട, അരമണിക്കൂർ മുമ്പേ എത്തിയാലും കുഴപ്പമില്ല. ഇന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ നടന്ന് അവിടെ എത്തുന്നു. ഓക്കെ, നോക്കട്ടെ. മാസ്റ്റർമാർ വന്നാന്ന് അറിയത്തില്ല. ഇന്ന് നേരത്തെ തുടങ്ങുമെന്ന് പറയുകയും ചെയ്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ജമ്പിൽ കയറി ഇന്നലത്തെ പോലെ എന്തെങ്കിലും കുന്തളപ്പൊക്കെ കാണിക്കാം. ഇത് നോക്ക് സുഹൃത്തുക്കളെ, ഇതെന്തോ ചെടിയുടെ സംഭവമാണോ ഇനി വേസ്റ്റിൻ്റെ എന്തോ കളക്ട് ചെയ്യുന്നെന്തോ ആണ്. ഖാനയല്ല, ഖാന. ഓക്കെ, നമുക്ക് ആദ്യം അവിടെ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറാം. പോണോ? അതെവിടെ കളിച്ചിട്ട് കയറാമെന്ന്? അങ്ങോട്ടോ? ഇവിടെ അപ്പോൾ വീണ്ടും ഐ ലവ് കൊച്ചി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ സുഹൃത്തുക്കളെ, അദ്ദേഹം അതികഠിനമായ വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അല്ല, ഇന്നലെ മൂടും കുത്തി വീണോണ്ടേ ആ ഒരു പെയിൻ, നല്ല വേദനയുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ഇന്നലെ പറയാത്തൊരു കാര്യം, ഇന്നലെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റി. ഞാൻ വെറുതെ ഒന്ന് പൊങ്ങിച്ചാടി മൂടും കുത്തി താഴെ വീണു. നല്ല പെയിനുണ്ട് കേട്ടോ. പോട്ട് 100 അടി പോട്ട്. 1 2 3 ഇതാക്കിയാൽ മതി, ടൈം ലാപ്സ് ആക്കിയാൽ മതി. ഓക്കെ 5
ഞാൻ ഇപ്പൊ എത്ര കിലോ ഇട്ടാണ് അടിക്കുന്നതെന്ന് അറിയാമോ? 10 അല്ല 30 അല്ല 5 അല്ല പറയാ 4 പറയാ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പറ. ഞാൻ ഇപ്പൊ എത്ര കിലോ വെയിറ്റ് ആണ് അടിക്കുന്നതെന്ന് പറ. ഞാൻ പൊക്കി നോക്കിട്ട് പറയട്ടെ. എന്റെ വെയിറ്റ് അടിക്കുന്നത് നിനക്ക് കിട്ടൂല. ഇത് 20 കിലോ. നിനക്ക് ബുദ്ധിയില്ല അല്ലെ 10 കിലോ. നീ എന്തിനാ പഠിച്ചെന്നാ പറയുന്നത്? അത് വിട്, ഇത് പറ. എടാ ഇത് നമ്മളെ ബോഡി പവറിലാണ് ഇത് പൊങ്ങുന്നത്. അപ്പൊ കൊട്ട ഒക്കെ എടുക്കുന്നത് അവിടെ കൊട്ട ഇത്തിരി കൂടെ വെയിറ്റ് കയറാൻ വേണ്ടിട്ട്. അതാ ഞാൻ ചോദിച്ചത്. ഇതിൽ ഞാൻ ചോദിച്ചത് അപ്പൊ ഫുൾ എത്ര വെയിറ്റ് ആണ്? ഞാൻ കൊട്ട വെയിറ്റാ പറഞ്ഞത്. ഇപ്പൊ ഫുള്ള് ഞാൻ എത്ര വെയിറ്റ് ഇട്ടായിരിക്കും അടിക്കുന്നത്? എത്ര വെയിറ്റ് ഉണ്ട്? അത് വിട്. ഇത് ബോഡി വെയിറ്റ് 75ന്റെ കൂടെ 10 കിലോയുടെ കൂട്ടും. 85. അത് പറഞ്ഞില്ലേ ഞാൻ? അപ്പൊ എത്ര കിലോ ഇട്ട് അടിക്കുന്നേ? 85. അതാ 10 രൂപ. ഇത് ബോഡി വെയിറ്റിന്റെ സംഭവം. ഇനി ലോവർ. അദ്ദേഹത്തിന്റെ കാല് തറയിൽ ഉറക്കുന്നില്ല. പിടുത്തം കേട്ടോ. കുന്തളിപ്പ് മതി. ഇനി അവിടെ പോയിട്ട് കുത്തി മറിയാളാണ്. ഇനി അങ്ങോട്ട് പോവാം. ഓ ഇത് മറ്റേ ഡിപ്സ് അടിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ. ആ ഡിപ്സിനെല്ലാം എല്ലാം തോന്നുന്നു. അല്ല നമ്മളിനി അവിടെ കിടന്ന് അധികം കുന്തളിപ്പ് കാണിക്കാനില്ല. സ്റ്റുഡിയോയിലേക്ക് കയറുവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഏത്? അത് വേണ്ട, അത് വേണ്ട, മേലെ അടുത്തല്ലേ. ഇന്നലെ നമ്മളവിടെ വെച്ചിട്ട് പാമ്പിനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ മാസ്റ്റർമാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാസ്റ്റർമാർ വന്നോണ്ടേ നമ്മൾ ട്രെയിനിങ് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടേ വീഡിയോ ഉള്ളൂ. നമുക്ക് അകത്ത് വീഡിയോ എടുക്കാൻ ഒരു അനുവാദമില്ല, അവിടെ അനുവദിക്കില്ല. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ റൂമിലോട്ട്. അപ്പോൾ അജയ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? ചെറുക്കൻ നടുന്നല്ലേ പരിപാടി? അതിമനോഹരമായ പരിപാടികളായിരുന്നു. അതെ, നമ്മൾ അതിഗംഭീരമായ രീതിയിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഫൈറ്റേഴ്സുമായി നമ്മൾ സഹകരിച്ച് അതിഭംഗിയായ ഇത് സ്റ്റണ്ട് ചെയ്തു. നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. പിന്നെ നമ്മുടെ ബാക്കി പഴയ വർക്കുകൾ തുടങ്ങണം. വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. നേരെ റൂമിലോട്ട് പോട്ടെ. നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളപ്പുറം ചാടട്ടെ. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനാണ് പാട്. ഏതെവിടെ? മെഡിക്കൽ സ്റ്റോർ തിരക്കി പോകണം കേട്ടോ. ചുണ്ടെല്ലാം പൊട്ടുന്നുണ്ട്, ഉണങ്ങി പൊട്ടുന്നുണ്ട്. നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ചുണ്ട് പൊട്ടി കീറി. എന്തിനാ? വൈറ്റമിൻ B12 വേണം. വൈറ്റമിൻ B12 അതെന്തിന്? ചുണ്ടതിന്. അത് ഞാൻ അന്ന് എനിക്ക് തണുപ്പത്ത് പോയിട്ടേ ഉടുപ്പിയില്. എടാ നമുക്ക് ഇത് പോരെ, ലിബാം പോരെ? ലിബാം അല്ല, വൈറ്റമിൻ B12 വാങ്ങി. അതെവിടെ നിന്ന്? GPT പറഞ്ഞ GPT. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, അജയും കൂടിയുണ്ട്. ഇന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. മാറ്റി പിടിക്കാൻ ദിവസം എന്താണ് എൻ്റെ പൊന്ന്, അതൊക്കെ ഭയങ്കര പിടിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു അബദ്ധം പറ്റി. നമ്മൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. ബിരിയാണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്നെന്താ പറഞ്ഞത് അജയ? കൊത്തു പൊറോട്ട, ചിക്കൻ കൊത്തു പൊറോട്ട, ചിക്കൻ പൊറോട്ട. എനിക്ക് പൊറോട്ടയിലൂടെ വലിയ താല്പര്യമില്ല, പക്ഷേ വേറെ വഴിയില്ല. അതെ, നൂഡിൽസും ഇല്ല, നൂഡിൽസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കൊത്തു പൊറോട്ടയാണ് കേട്ടോ. കഴിക്കാം. ഇത് കണ്ട ഗൈസ്, ഇന്ന് എനിക്ക് പോയി കിട്ടിയതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പഞ്ച് കിട്ടിയതാ. പഞ്ചെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തായ്ലൻഡ് ഇന്തോനേഷ്യൻ പഞ്ച്. അതെ, അല്ല നാട്ടിൽ ഇടി കിട്ടാത്തതുകൊണ്ട്. അതെ, ഇന്റർനാഷണൽ അടിയാണ്. ഇന്റർനാഷണൽ കിട്ടിയതാണ് അത്. കിളി പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ
കേൾക്കാവോ? നാളെ കാണാം. കേൾക്കുന്നുണ്ട്. ഓക്കെ ട്രെയിൻ കയറിയപ്പോഴേ സംഭവം ഞങ്ങളുടെ നാളെ കഴിയും കേട്ടോ. ബൈ. നാളെ കഴിയും. ഞാൻ നാളെ കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഫൈറ്റർ ആയിരുന്നു. പുള്ളിക്ക് ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി നമ്മുടെ റൂമിൽ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി ഇപ്പോൾ വീട്ടിൽ സമയം ഇപ്പോൾ 10 മണിയായി. അപ്പോൾ പുള്ളി ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്കിടന്ന് ഉറങ്ങണം. ഓ പിന്നെ വണ്ടി എവിടെ വെച്ച്? എക്സ്പ്ലസ് ബുള്ളറ്റാ? അതിനാമത് നാളുണ്ട്. ബൈ. എക്സ്പ്ലസ് പറക്കുന്നു. എക്സ് പ്ലസ് അല്ലല്ലേ, എക്സ് പൾസ്. എക്സ് പൾസാണ്. ഞാൻ എക്സ് പ്ലസ് എന്നാണ് പറയണത്. വലിക്കണോ? ഓക്കെ ബൈ. പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ രാത്രി ബൈ.